ആണ് വിവരങ്ങൾ നൽകിയത്. ഒട്ടേറെ ഇന്ത്യൻ കപ്പൽ ജീവനക്കാർ ഹോർമുസിന് സമീപം കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. വിനീത വീജ് കൂടി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാനിയൻ യുദ്ധക്കപ്പൽ തകർത്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തുന്നു, അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുന്നു. വിനീത വീജി ചേരുന്നുണ്ട്. വിനീത, ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി മൗനം തുടരുകയാണ് എന്നതടക്കമുള്ള വിമർശനങ്ങളാണല്ലോ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഉയരുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരു വിശദീകരണം, ഇക്കാര്യത്തിൽ എന്ത് സംഭവിച്ചു, അങ്ങനെ ഒരു മറുപടി വരുന്നുണ്ടോ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വിനീത? ഇതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. അതേസമയം സ്ഥിതിഗതികൾ വളരെ വിശദമായി തന്നെ പരിശോധിച്ചു വരികയാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങളിൽ നിന്നടക്കം നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. എല്ലാ വശവും കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കാം ഈ വിഷയത്തിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരു ഔദ്യോഗിക പ്രതികരണം ഉണ്ടാവുക, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഔദ്യോഗിക പ്രതികരണം ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. എല്ലാ വശവും വളരെ കൃത്യമായി തന്നെ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അതേസമയം ഈ വിഷയത്തെ ഒരു രാഷ്ട്രീയായുധമാക്കുക തന്നെയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന കാര്യം നേരത്തെ തന്നെ ഇന്ത്യക്ക് അറിയാമായിരുന്നുവെങ്കിൽ അത് എന്തുകൊണ്ട് അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നടപടികൾ എടുത്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് അറിയാതെ പോയി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കോൺഗ്രസ് നേതാവ് പവൻ ഖേര അടക്കം ഇന്ന് വൈകിട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഇക്കാര്യത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് ഒരു മറുപടി പോലും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ നൽകിയിട്ടില്ല. അത് ദൗർഭാഗ്യകരമെന്നാണ് നേതാക്കൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ട് പോലും അതിൽ കേന്ദ്രം ഇനിയും നിലപാട് വ്യക്തമാക്കാത്തതെന്നാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ ചോദിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക പ്രതികരണമോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു വിശദീകരണമോ ഒന്നും തന്നെ ലഭ്യമായിരുന്നില്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ വിഷയങ്ങൾ വളരെ കൃത്യമായി തന്നെ ഞങ്ങൾ പരിശോധിച്ചു വരുന്നു എന്ന ഒരു വിവരം മാത്രമാണ് നമുക്ക് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങളിൽ നിന്നൊക്കെ തന്നെ ലഭ്യമായിരിക്കുന്നത്. അതേസമയം മറ്റൊരു ഇറാൻ യുദ്ധക്കപ്പൽ കൂടി ശ്രീലങ്കൻ തീരത്തേക്ക് എത്തുന്നടക്കമുള്ള ചില റിപ്പോർട്ടുകൾ കൂടി ഈ പശ്ചാത്തലത്തിൽ നമുക്ക് ലഭ്യമാവുകയാണ്. ആ കപ്പലിന് കൃത്യമായിട്ടുള്ള സുരക്ഷയടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ശ്രീലങ്കൻ സർക്കാർ വൃത്തങ്ങളും ഒരു വിവരം നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ. ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഇന്ത്യ ഇത് അറിയാതെ പോയി, അല്ലെങ്കിൽ എവിടെയാണ് വീഴ്ച ഉണ്ടായത് അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കണം, കേന്ദ്രം ഇക്കാര്യത്തിൽ പ്രതികരിക്കണം എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഉന്മേഷ്, ശരി. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.